ഹലോ മക്കളെ, അപ്പോൾ നമ്മൾ വെക്കേഷനൊക്കെ കഴിഞ്ഞു. ഇതാ പതുക്കെ +2 ക്ലാസ്സിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചിട്ടുണ്ട് അല്ലേ. എങ്ങനെയുണ്ട് എല്ലാവർക്കും +2 സിലബസ് ഒക്കെ? എല്ലാവർക്കും ഓക്കെ ആണോ? +1 പോലെയുള്ള സിലബസ് ആണോ നിങ്ങൾക്ക്? +1 പോലെയാണോ ഓരോ സബ്ജക്റ്റും പഠിക്കാനുള്ളത്? എങ്ങനെയുണ്ട് എല്ലാവർക്കും? നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും, +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ഡേറ്റ് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് അല്ലേ. അതായത് കഴിഞ്ഞ വർഷം വരെയുള്ള സ്റ്റുഡൻസിന് നമുക്ക് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിരുന്നു ഇംപ്രൂവ്മെൻറ്റ് എക്സാം നടന്നിരുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇനി എക്സാം നടക്കാൻ പോകുന്നത് മാർച്ച് മാസമാണ്. അതായത് നമ്മളെ +2 പബ്ലിക് എക്സാം എപ്പോഴാണോ എഴുതുന്നത് അതിൻ്റെ കൂടെ തന്നെ വേണം നമ്മൾ എന്ത് ചെയ്താൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ. എങ്ങനെയുണ്ട്? ഹാപ്പിയല്ലേ എല്ലാവരും? അപ്പോൾ +2ൽ നമുക്ക് 6 സബ്ജക്റ്റ്, +1ൽ നമുക്ക് 3 സബ്ജക്റ്റ്, ആകെ 9 സബ്ജക്റ്റ്. എന്നാൽ ഈ 9 സബ്ജക്റ്റ് നമ്മൾ എഴുതേണ്ടത് എപ്പോഴാണ്? മാർച്ചിലാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കുറച്ചധികം എഫേർട്ട് ഇടേണ്ട വലിയൊരു ടാസ്ക്കാണ് നമ്മുടെ മുമ്പിലുള്ളത്. സീനാക്കണ്ട, ശ്രദ്ധിച്ചോ. ഞാനൊരു എക്സാമ്പിൾ മുഖേ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു യാത്ര ചെയ്യുകയാണ്, നമ്മൾ വലിയൊരു മല കണ്ടു അല്ലേ. മല കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ചിന്തിക്കും? ഈ മല എന്നെ കൊണ്ട് കയറാൻ പറ്റുമോ? ബുദ്ധിമുട്ടല്ലേ? ഭയങ്കര ഉയരത്തിലുള്ള മലയല്ലേ? കുന്നല്ലേ? പറ്റോ? എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. എന്നാൽ നമ്മൾ യാത്ര എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് സുഹൃത്തുക്കളൊക്കെ കൂടെ നമ്മൾ വൈബാക്കി നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മലൻ്റെ മുകളിൽ എത്തിയതിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് റിയലൈസ് ചെയ്യുക? ഓ, ഇവിടെ ഞാൻ എത്തിയോ എന്ന് നമ്മൾ ചിന്തിക്കാം. അതേപോലെ നമ്മൾ +2 പഠനവും നമ്മളൊരു പ്ലാനിങ്ങോട് കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി +2ലെ 6 സബ്ജക്റ്റും അതോടൊപ്പം +1ലെ 3 സബ്ജക്റ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല മാർക്ക് സ്കോർ ചെയ്ത് നമുക്ക് സൂപ്പർ ആക്കാൻ പറ്റും. ഈ ജേർണി നിങ്ങൾ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒരുമിച്ചാണ്. അപ്പോൾ സിസ്റ്റമാറ്റിക്കായി നമുക്ക് പ്ലാനിങ്ങോട് കൂടി എൻജോയ് ചെയ്ത് ഈ യാത്ര നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവരും റെഡിയല്ലേ?